ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഏത് മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. എബ്രായ ലേഖനം 4:12 അത് സന്ധി മജ്ജകളെയും പ്രാണനെ പോലും വേർവിടിവിക്കും വണ്ണം തുളച്ചു കടക്കുന്നതാണ്, ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കുന്നതുമാണ്. അതായത് ദൈവവചനം മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഫലം കൊണ്ടുവരും, റിസൾട്ട് കൊണ്ടുവരും. കൗൺസിലിംഗ് തോറ്റെടുത്ത് ദൈവവചനം വിജയിക്കും. മാനുഷിക പദ്ധതികൾ, ചിന്തകൾ തോറ്റെടുത്ത് ദൈവവചനം വിജയിക്കും. മോട്ടിവേഷൻ പ്രസംഗങ്ങൾ തോറ്റയിടത്ത് ദൈവവചനം പ്രവർത്തിക്കും. ദൈവവചനം പ്രവർത്തിക്കാത്ത ഒരു സ്ഥലവുമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവവചനം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. അതായത് ദേഹം, ദേഹി, ആത്മാവിൽ ദൈവവചനം പ്രവർത്തിക്കും. ആത്മാവിൽ മാത്രമല്ല ദൈവവചനം, നമ്മുടെ മനസ്സിനും ദൈവവചനം വേണം. മനസ്സിനൊരു വിഷയം വന്നാൽ എല്ലാവരും ഒരു കൗൺസിലിങ്ങിന് ഒരാളെ തപ്പിപ്പോവും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോക്ടർമാരെ തിരഞ്ഞു പോകും. അവർ കുറിച്ച് തരുന്ന മരുന്ന് കഴിക്കുകയും ചെയ്യും. എന്നാൽ ഉറക്കമില്ലെന്ന് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ കാരണം അതിനെ മാനസികമായ ഒരു രോഗത്തിൻ്റെ ആരംഭമെന്ന് പറഞ്ഞ് ചില മരുന്ന് കൊടുക്കുന്ന ഒരു ശാസ്ത്രീയമായ ഒരു ചികിത്സയല്ല ദൈവവചനം ചെയ്യുന്നത്. ആ വ്യക്തിക്ക് എങ്ങനെ ഉറക്കമില്ലാതെയായി? അത് ദൈവവചനം സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകും. ആ വ്യക്തി ചെയ്ത ഏതോ ഒരു തെറ്റിൻ്റെ കുറ്റബോധം അകത്ത് കിടക്കുന്നത് കൊണ്ട്, ഉള്ളിനകത്ത് കിടക്കുന്ന ആ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷമം അത് ഭൂമിയിൽ ആരോടും പറയാൻ പറ്റില്ല. ഏതൊക്കെയോ ചതിയിപ്പോയി ചാടിയതും, സ്വന്തം ഭാര്യയോടോ സ്വന്തം ഭർത്താവിനോടോ മക്കളോടോ മാതാപിതാക്കളോടോ പറയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഉറക്കമില്ലായ്മകളും ഡിപ്രഷനുകളൊക്കെ വരുന്നതെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് ദൈവവചനത്തിലൂടെ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ നമ്മൾ വചനം ധ്യാനിക്കണം. ദൈവവചന പ്രസംഗങ്ങൾ കേട്ട് നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. ദൈവവചനം നമുക്ക് വലിയ പ്രതീക്ഷ തരികയാണ്. ദൈവവചനം നമ്മെ കോൺഫിഡൻസ് ഉള്ളവരല്ല ആക്കി തീർക്കുന്നത്. ദൈവവചനം നമ്മെ ആക്കി തീർക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകും. ഫിലിപ്പിയ ലേഖനം 4:13 പോലെ 10 മുതൽ വായിക്കുമ്പോൾ താഴ്ചയിലിരിക്കാൻ എനിക്കറിയാം, ഉയർച്ചയിലിരിക്കാൻ അറിയാം, ഉള്ളവസ്ഥയിൽ നന്നായിട്ട് ജീവിക്കാൻ എനിക്കറിയാം, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ബാലൻസ് ചെയ്യാൻ എനിക്കറിയാം. എന്നിട്ട് പറയണ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാവും. ഏതവസ്ഥയിലും ജീവിക്കാൻ എനിക്ക് കഴിയും. ഏത് ഡിപ്രഷനെയും ഞാൻ നേരിടും, ഏത് നിരാശയും ഞാൻ നേരിടും, ഏത് വാക്കുകളെയും ഞാൻ നേരിടും, ഏത് ഭയങ്കരമായ സംഭവത്തെയും ഞാൻ നേരിടും. കാരണം എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? വചനം. വചനമാകുന്ന കർത്താവിലൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ജയമാകും. എന്തിനാണ് യേശുവിനെ ആരാധിക്കുന്നത്? എന്തിനാണ് യേശുവിനെ സേവിക്കുന്നത്? എന്തിനാണ് യേശു കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുന്നത്? അതിലൂടെ നമ്മുടെ ജീവിതം മാറുകയാണ്. ഓരോ ദിവസവും ജീസസ് എവരി ഡേ എന്ന ഈ ദൈവവചന പരമ്പരകളിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾ പോലും ഞാൻ പോലും അറിയാതെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനായി തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്ന് വചനം കേട്ട് മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ഒരു വലിയ സുഗന്ധം പരത്തുന്ന വ്യക്തികളാക്കി നമ്മെ ദൈവവചനം മാറ്റുകയാണ്. അതിനായി വീണ്ടും സമർപ്പിക്കാം. ചേർന്ന് യേശുവിനെ പാടി ആരാധിക്കാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താൽ
സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു യേശുവേ, എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് ഇന്ന് തിങ്കളാഴ്ച. ഒരാഴ്ചയുടെ തുടക്കം, പ്രവൃത്തി ദിവസമായി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആ ഭാഗം വായിച്ചാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവൃത്തി ആഴ്ച തന്നിരിക്കുകയാണ്. ആ ആഴ്ച നമുക്ക് സന്തോഷിക്കാനും കർത്താവിൽ ആനന്ദിക്കാനും കർത്താവ് ഇടയാക്കട്ടെ. 15-15 ഇങ്ങനെയാണ്: യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരായിരുന്നു. ദാസന്മാരെന്ന് പറയുമ്പോൾ വേലക്കാർ, ദൈവത്തിൻ്റെ വേലക്കാർ. ഞാൻ പുത്രൻ, നിങ്ങൾ ദാസന്മാർ. നിങ്ങളെ പത്രോസിന് ശിമോനോട് പറഞ്ഞു, നീ പത്രോസാകും, നിങ്ങൾ വലിയത് കാണും. ഇതൊക്കെ നഥനയേലിനോടെല്ലാം പറഞ്ഞു. എങ്കിലും ഇവരുടെ ജീവിതയാത്രയിൽ ഇവർ ദാസന്മാരാണ്.
അബ്രഹാമിൻ്റെ സന്തതികളെല്ലാം ദാസന്മാരാണ്. എന്നാൽ യേശു കർത്താവ് ഇടവിടാതെ ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എവിടെയാണ് ഇടവിടാതെയുള്ള സംസാരം നടക്കുന്നത്? ബന്ധങ്ങളുള്ളിടത്ത്, സ്നേഹമുള്ളിടത്ത്. യേശു ഏതു നേരം ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടവിടാതെ യേശു ഇവരോട് സംസാരിച്ചു കൊണ്ടേ തുടരുന്നു. പൊതുജനത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് അതിൻ്റെ പൊരുളുകൾ തിരിച്ചു കൊടുക്കുന്നു. അതായത് ഒരു വലിയ ബന്ധമുള്ള വീടുകളിൽ വലിയ സംസാരമാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ പറയും ആ വീട്ടിൽ ഭയങ്കര സംസാരം നടക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ? അയ്യോ, അവിടെ ഇനി ഭയങ്കര വഴക്ക് നടക്കുകയാണ്, ഇനി അവിടെ അടിയും കൂടി നടക്കാനുള്ളൂ, ഭയങ്കര സംസാരം. വാസ്തവത്തിൽ എല്ലാ വീട്ടിലും ഭയങ്കര സംസാരമുണ്ടാകും. സ്നേഹബന്ധമുള്ളിടത്താണ് വളരെയധികം സംസാരമുള്ളത്. വിവാഹം കഴിഞ്ഞാൽ പുതിയ ദമ്പതികൾ അവർ കൂടുതൽ സംസാരിക്കുന്നവരാണ്. ഹൃദയം തുറക്കുക. യേശു തൻ്റെ ഹൃദയം മുഴുവൻ തുറക്കുകയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ ദാസന്മാരാണ്, എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി മുതൽ ദാസന്മാരല്ല, സ്നേഹിതന്മാർ ആകുന്നു. അബ്രഹാമിനോട് ദൈവം ഇടതടവില്ലാതെ സംസാരിച്ചു. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി. ഏത് നേരത്തും അബ്രഹാം സംസാരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വളരെയധികം സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ വായിക്കുന്നു, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? അപ്പൊ രണ്ടുപേർ ഐക്യമത്യപ്പെടുന്നു, രണ്ടുപേർ ഒത്ത് ഒരുമിച്ച് നടക്കുന്നു. ഹാനോക്ക് 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കല്യാണം കഴിഞ്ഞ് 25 കൊല്ലമായ അച്ചായനും അമ്മാമ്മയും കൂടി നടക്കുന്ന പോലെയാണോ? അച്ചായൻ നടന്ന് ഒരു 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 10-50 മീറ്റർ അല്ലെ 10 മീറ്റർ പുറകെ അമ്മാമ്മ നടക്കുന്നു. അങ്ങനെയാണോ ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ? ഒരുമിച്ചൊരു കല്യാണത്തിന് പോകും. അതൊക്കെ നമ്മുടെ നാട്ടിൽ സംസാരിച്ചാൽ വഴക്കുണ്ടാകും. അതിൻ്റെ അർത്ഥം സ്നേഹബന്ധങ്ങളിൽ എന്തൊക്കെയോ ഉലച്ചിലാണ്. യേശു ചെയ്ത രീതി നമ്മുടെ വീടുകളിൽ വേണം. എല്ലാവരും തമ്മിലിരുന്ന് സംസാരിക്കണം. അപ്പോൾ യഹോഭക്തനായ പുരുഷനെക്കുറിച്ച്, ദൈവത്തെ ഭയപ്പെടുന്നവനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഭാര്യ മുന്തിരിവള്ളി പോലെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. 128 സങ്കീർത്തനം. അതാ എന്താണ്? ഒരുമിച്ചിരുന്ന് അവർ സംസാരിക്കുന്നു. മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വായെന്ന് വരുന്നതെല്ലാം ഒരു ആനന്ദമാണ്, സന്തോഷമാണ്. കുഞ്ഞുങ്ങളോ ഒരു എണ്ണ പകരുന്ന ഒലിവ് എണ്ണയുടെ ഒരു അനുഭവം. ആ ആനന്ദം, അത് ഏറ്റവും പച്ചപ്പുള്ളതും ഏറ്റവും സമൃദ്ധിയുള്ളതുമായ ഒരു അനുഭവമാണ് ഒലിവ്. ഇതാണ് ദൈവഭക്തിയുള്ള വീടുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സംഭാഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് 128 സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. ഭാര്യ മുന്തിരിവള്ളി പോലെ എന്ന് പറഞ്ഞാൽ ഒരു വള്ളി പോലെ നിൽക്കുന്ന ഒരു ഭാര്യയാണെന്നല്ല. എവിടെയെങ്കിലും കർട്ടൻ്റെ മറയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ഒരു മുന്തിരിവള്ളിയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പറയുന്ന വാക്കുകൾ അത് രുചിയുള്ളതാണ്, ആനന്ദമുള്ളതാണ്. ആനന്ദമാണ് വീഞ്ഞ്. അതിനെക്കുറിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞെന്നാണ് 104 സങ്കീർത്തനം 14-15 വായിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ സന്തോഷമാണ് ഭാര്യയിൽ നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ പല വീടുകളിലും ആദിയുള്ള വർത്തമാനമേ പറയുള്ളൂ. യോ, എനിക്കെന്തോ വരാൻ പോകുന്നു, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ അനുഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സംസാരം ഉള്ളത് കൊണ്ടാണ് പല വീടുകളിലും വീട്ടിലെന്തോ സംസാരം നടക്കുന്നുണ്ട്, സംസാരത്തിൻ്റെ ശബ്ദം കൂടുകയാണ്. ഒലിവ് തൈകളെല്ലാം എഴുന്നേറ്റ് ഭയങ്കര വിപ്ലവോടെ. മുന്തിരിവള്ളി അതിനേക്കാൾ വലിയ വിഷയമാണ്. ഒരിക്കലൊരു അച്ചായൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അപ്പോൾ
അടുത്ത വീട്ടുകാരൻ പറഞ്ഞു, എന്താ എങ്ങോട്ടാ ഓടുന്നത്? അതെ, ഒരു തല്ല് തീർക്കാനായിട്ട് ഓടുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു എവിടെയോ ഒരു തല്ല് നടക്കുന്നു. എവിടെയാണ് തല്ല് നടക്കുന്നത്? ജംഗ്ഷനിലാണോ? അല്ല, എൻ്റെ വീട്ടിലാണ്. ഞാൻ അവിടെ നിന്നാൽ തല്ല് നടക്കും. അപ്പം തല്ല് തീർക്കണമെങ്കിൽ ഞാൻ ഓടണം. ഒരു തല്ല് തീർക്കാൻ വേണ്ടി ഓടുന്നതാണ്. വീടുകളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അടിയുണ്ടാകും. അതിൻ്റെ കാരണം സംസാരത്തിൻ്റെ സബ്ജക്റ്റ് എപ്പോഴും നെഗറ്റീവ് ആകുന്നതാണ്. ദൈവവചനത്തിൽ നിന്ന് മാറിയുള്ള എല്ലാ സംഭാഷണങ്ങളും, ചിലപ്പോൾ ഒരു തമാശ, ആ തമാശ കാര്യമാക്കും. നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ, നീ എന്നെ അങ്ങനെ പറയാമോ, എന്നോട് എന്തിനാ അങ്ങനെ സംസാരിച്ച്? അപ്പോൾ ഒരു തമാശ പോലും അതിന് വിട്ടു പോയാൽ അത് വലിയ വഴക്കിലെത്തും. പിന്നെ ഒരു ദേഷ്യവാക്ക്, പിന്നെ ഒരു സംശയവാക്ക്. നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? അതൊരു സംസാരമാണ്. എവിടെയായിരുന്നു? പണ്ടൊരു ഭാര്യയൊക്കെയാണെങ്കിൽ ഏത് നേരവും സംശയം എന്ന് പറഞ്ഞാൽ, ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉടുപ്പ് എടുത്തു നോക്കും, വല്ല മുടിയുണ്ടോ. ഒരു ദിവസം ഭർത്താവിൻ്റെ ഡ്രസ്സേൽ, ബസ്സിന് പോയിട്ട് വരുന്നതല്ലേ, ഡ്രസ്സേൽ തപ്പിയെടുത്തു ഒരു നീളം മുടി. നീളമുള്ള ഒരു പെണ്ണിൻ്റെ, മുടിയുള്ള പെണ്ണിൻ്റെ കൂടെയാണല്ലേ താനിന്ന് പോയത്. അടുത്ത ദിവസം ഒരു ചുരുളമുടി. ഇന്ന് ചുരുളമുടിക്കാരുടെ കൂടെയായിരുന്നല്ലേ താൻ കറങ്ങാൻ പോയത്, അതിൻ്റെ പേരിലാണ് വഴക്ക്. അടുത്ത ദിവസം നീളമുടിയില്ല, ചുരുളമുടിയില്ല, ഒരു മുടിയും കിട്ടിയില്ല. ഉടനെ പറയാണ്, ഇന്ന് താൻ ഏതോ കഷണ്ടിയായ പെണ്ണിൻ്റെ കൂടെയാണല്ലേ നടന്നത്. എങ്ങനെയായാലും പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ കാലെടുത്ത് വെച്ചാൽ അടിയെന്ന് പറഞ്ഞ പോലെ ചില വീടുകളിൽ ഭയങ്കര സംഭാഷണം നടക്കുകയാണ്. സംസാരം എന്താണ്? എങ്ങനെ പോയാലും വഴക്കാണ്. എന്താണ്? സ്നേഹത്തിൽ നിന്ന് ഉളവാകാത്ത എല്ലാ സംഭാഷണങ്ങളും അവസാനം വഴക്കിലെത്തും. എന്നാൽ യേശു 3.5 കൊല്ലം ഇടതടവില്ലാതെ സംസാരിക്കുന്തോറും ഇവരുടെ ഉള്ളത്തിൽ മാറ്റങ്ങളാണ്, ഇവരുടെ ഉള്ളിൽ പുരോഗതിയാണ്, ഇവരുടെ ഉള്ളം പണിതെടുക്കപ്പെടുകയാണ്. ഇവരുടെ ഉള്ളം മുഴുവനും ദൈവവചനം കൊണ്ട് യേശു പണിയുകയാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ ഈ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അവരുടെ കാര്യം ഇവരുടെ കാര്യവും പറയുന്നതിനേക്കാൾ കുടുംബത്തിൽ കുറച്ചു നേരമെങ്കിലും ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു ചരിത്രമൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എൻ്റെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും, ഏലീശയെക്കുറിച്ച് ഒരു ദിവസം, ഏലിയാവിനെ കുറിച്ച് വേറൊരു ദിവസം, ശിംശോൻ എന്തുകൊണ്ട് അങ്ങനെ പറ്റി വേറൊരു ദിവസം, അങ്ങനെയൊക്കെ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് സംസാരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ബൈബിൾ തുറന്ന് ഓരോരുത്തർക്കും മനസ്സിലായ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആ വീട്ടിനകത്ത് ഭയങ്കര സമാധാനം ഉണ്ടാകും. ദൈവവചനം നമ്മൾ സംസാരിക്കുമ്പോൾ, യേശുവിനോട് സംസാരിച്ചത് മുഴുവനും ആത്മാവും ജീവനും. യേശു പറയണം, ഞാൻ നിങ്ങളോട് സംസാരിച്ചത് മുഴുവനും ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമല്ലാത്ത ഒന്നും യേശു സംസാരിക്കുന്നില്ല. യേശു എടുത്തു പറയണം, ഞാൻ നിങ്ങളോട് സംസാരിച്ചതെല്ലാം ആത്മാവും ജീവനുമാണ്. ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ജീവനും സമൃദ്ധിയായ ജീവനും നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതാണോ അവരുടെ ജീവൻ എടുക്കുന്നതാണോ? കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മളെല്ലാം ഈ വാർത്തയിൽ കേട്ടതാണ്. സൗദി അറേബ്യയിലെ ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ഫോൺ കോൾ ചെയ്ത് വളരെയധികം വേദനിപ്പിച്ചു. ഭാര്യ എന്ത് ചെയ്തു? ആ വീഡിയോ കോൾ ചെയ്തിട്ട് തൂങ്ങിച്ചാകുന്ന ആ കയറ് കുരുക്കിയിട്ട് തന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. വീഡിയോ കോളിലൂടെ ആത്മഹത്യ ചെയ്തു. വാക്കുകൾ, കൊല്ലുന്ന വാക്കുകൾ. ഇരമ്യാ പ്രവചനത്തിൽ പറയുന്നു, വരിക നമുക്കവനെ നാവ് കൊണ്ട് കൊന്നുകളയാമെന്ന്. കത്തിയൊന്നും വേണ്ട, നാവ് കൊണ്ട് കൊല്ലാം. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ 1 പിതാവിനോട് കേൾക്കുക, 2 മറ്റുള്ളവരോട് സംസാരിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക്. കർത്താവിൽ നിന്ന് കേൾക്കുക, പിതാവിൽ നിന്ന് കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യേശു തന്നെ പറയണേ, എനിക്ക് പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ സ്വയമായി ഒന്നും സംസാരിക്കാൻ അറിയില്ല, എനിക്ക് കഴിയില്ലെന്ന്. നമ്മുടെ വിഷയം നമുക്ക് സ്വയമായി സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. യേശുവിന് കഴിയാത്തൊരു കാര്യം നമുക്ക് കഴിയുന്നു. നമുക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാനും കഴിയുന്നില്ല, സ്വയമായിട്ട് സംസാരിക്കാൻ കഴിയും. സ്വയത്തിൽ നിന്ന് വരുന്നതെല്ലാം ജഡത്തിൻ്റെതാണ്. ദുശ്ചിന്ത, വ്യഭിചാരം, കുലപാതകം, വിടക്ക് കണ്ണ്, വഴക്ക്, ശാഠ്യം, അസൂയ, വെറിക്കൂത്ത്, മദ്യപാനം,
എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മർക്കോസ് 7:20-21 ഗലാത്യ ലേഖനം 5:16 തൊട്ടും വായിക്കുമ്പോൾ 16 തൊട്ട് 19 വരെയൊക്കെ വായിക്കുമ്പോൾ ഇതെല്ലാം കാണുന്നത് മുഴുവനും സ്വയത്തിൽ നിന്ന് വരുന്നതാണ്. യേശു പറയുകയാണ്, ഞാൻ സ്വയമേ സംസാരിക്കുന്നില്ല. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇന്നൊരു തീരുമാനമെടുക്കാമോ? ഇന്ന് മുതൽ ഞാൻ സ്വയമായി സംസാരിക്കില്ല, ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് സംസാരിക്കും. അതായത് വേർഡ് സംസാരിക്കും, വചനം ഞാൻ പറയും. ബൈബിള് പറഞ്ഞു നോക്കൂ. വീട്ടിൽ ബൈബിള് തെറ്റായി പറഞ്ഞാലും വീട്ടിലെ അടിയുണ്ടാകും. എനിക്കറിയാവുന്ന ഒരു അച്ചായനുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ എങ്ങനെ കറങ്ങി തിരിച്ചാലും മൂത്ത മോനെ പറയും, നീ ഒരുത്തൻ കാരണമാണ്. അപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രയർ ലീഡ് ചെയ്യും. അത് കഴിഞ്ഞ് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിച്ചിട്ട് അതിൽ നിന്ന് പ്രസംഗിക്കും. ഏറ്റവും അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ച് വന്ന് ഒടുവിൽ പറയും, അതിൽ നിന്ന് തന്നെ പറയും, നീ ഒരുത്തൻ കാരണമാണ്. അബ്രഹാം തെറ്റായിപ്പോയി, ഹാഗാറിൻ്റെ വഴിക്ക് പോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി. ആദ്യം അബ്രഹാമിൻ്റെ കുറ്റം കുറച്ച് പറയും, എന്നിട്ട് അതുപോലെയാടാ നീ എന്ന് പറയും. ഏലിയാവിനെ കുറിച്ച് പറഞ്ഞാൽ ചുരച്ചെടിയുടെ തണലിൽ കിടന്നോ, ഏലിയാവിൻ്റെ നല്ലതൊന്നും പറയില്ല. അപ്പോൾ വചനവും എടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും വെട്ടാനും കുത്താനും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അത് ലോഗോസ് എന്ന് പറയും. എന്നാൽ ബൈബിളിൽ നിന്ന് റീമ വാക്കുകൾ കിട്ടും. എന്താണ്? നമ്മൾ ഇരിക്കുമ്പോൾ വായിക്കുന്ന ഭാഗത്തെ ലോഗോസിൽ നിന്ന് ദൈവം ആ സമയത്തേക്ക് നമ്മെ ബലപ്പെടുത്താനും ഉണർത്താനും തരുന്ന വാക്കുകൾ. അതുകൊണ്ടല്ലേ ചില ദൈവദാസന്മാർ എഴുന്നേറ്റാൽ അന്തരീക്ഷം ഭയങ്കര സന്തോഷം കൊണ്ട് നിറയും. ചിരിയും ആരാധനയും സ്തുതിയും ആനന്ദ കണ്ണുനീര് കൊണ്ട് നിറയും. ചിലർ എഴുന്നേറ്റാൽ അന്തരീക്ഷം മുഴുവൻ തണുത്ത് അവർ ലോഗോസാണ് പറയുന്നത്. അവർ പ്രസംഗിക്കുന്നുണ്ട്. അവരിങ്ങനെയൊക്കെ പറയും, ഈ ഭാഗം സമയമുണ്ടെങ്കിൽ സംസാരിക്കാം, ഞാനിപ്പോൾ ഈ ഭാഗം വിടുകയാണ്. വേറൊരു ഭാഗം സമയം ഈ ദൈവദാസൻ നിങ്ങൾ എനിക്ക് അവസരം ഇനിയും തരുമെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഭാഗം സംസാരിക്കാം എന്ന് തന്നെ പറഞ്ഞ് കൊടുത്ത 1 മണിക്കൂർ അതിൻ്റെ ഭാഗം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ പിന്നെ സംസാരിക്കാം. പറയാനൊന്നുമില്ല. റീമ വാക്കുകളില്ലാത്തവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. തക്ക സമയത്ത് പറയുന്നൊരു വാക്ക്, വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലത്തെ ഒരു വാക്ക് ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വേലക്കാർക്ക് അപകടമാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലക്കാർ മൈക്ക് കിട്ടുമ്പോൾ മാത്രമല്ല, നമ്മളെല്ലാം ദൈവവേലക്കാരാണ്. രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവമക്കളാണ്. അവർക്കെല്ലാം വാക്കുകളില്ലാതെ, വചനമില്ലാതെ, സംസാരിക്കാനുള്ള ദൈവകൃപയുടെ വാക്കുകളില്ലെങ്കിൽ, ഉപ്പിനാൽ രുചി വരുത്തിയത് കൃപയോടുകൂടിയ വാക്കുകളില്ലെങ്കിൽ നമ്മളൊരു പരാജയമാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാനിത് വായിക്കാം. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയാകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. പിതാവിനോട് കേട്ടത് അറിയിച്ചപ്പോൾ തന്നെ ദാസന്മാരുടെ അവസ്ഥയിലുള്ളവർ സ്നേഹിതന്മാരായി മാറി, ബന്ധം വർദ്ധിച്ചു. ഇതൊരു വലിയ മർമ്മമാണ്. ദാസ മനോഭാവം മാറി സ്നേഹ മനോഭാവത്തിലേക്ക് കൂടെ കൂടിയവരെ വളർത്തിയെടുത്തു. സ്നേഹിതന്മാരെ ഒപ്പത്തിനൊപ്പമാക്കി. മറ്റുള്ളവരെയും നമ്മൾ സംസാരിച്ച് തരം താഴ്ത്തുകയല്ല, നമ്മുടെ ഒപ്പത്തിനൊപ്പം കയറ്റിക്കൊണ്ടുവരണം. എത്ര വിലപ്പെട്ട സന്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കാം, ബലപ്പെടാം. ഈ സത്യങ്ങളിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ വീടുകളിലെ സംസാരം കൂടുന്നതിനനുസരിച്ച് ഏറ്റവും താഴെ കിടക്കുന്നവർ ഉയരങ്ങളിലേക്ക് കയറി വരാൻ യേശു സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട തിരുവെഴുത്ത് പോലെ ആമേൻ, വചനം സംസാരിച്ചും വിശ്വാസത്തിൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാക്കുകൾ വീട്ടിലും സഭയിലും പോകുന്നിടത്തും സംസാരിച്ച് ഏറ്റവും താഴെ കിടക്കുന്ന നിലവാരത്തിലുള്ളവരെ പോലും ഉയർന്ന നിലവാരത്തിൽ ഞങ്ങളെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തരം താഴ്ത്താതെ അവരെ ഞങ്ങളെ ഒപ്പത്തിനൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ, ഞങ്ങളെ ഒപ്പം നടക്കുന്നവരൊക്കെ ഞങ്ങളോളം ഒപ്പത്തിനൊപ്പം ആയിത്തീരുമാറ് നല്ല സംസാര ശൈലി യേശുവിനെ പോലെ പിതാവിനോട് കേട്ടത് മുഴുവനും അറിയിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാപിച്ച് മറ്റുള്ളവരോട് പറയാൻ കൃപ തരണം.
ഇത് കേട്ടവർക്കെല്ലാം വലിയ സ്വസ്ഥതയും വലിയ സമാധാനവും ഉണ്ടാകട്ടെ. 128 സങ്കീർത്തനം പോലെ ഈ വീടുകളായിത്തീരട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും വിട്ടുമാറട്ടെ. അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. എല്ലാ വീടുകളിലും വലിയ സമാധാന നദി ഒഴുകട്ടെ. സാമ്പത്തിക ഉറവകളും നന്മകളും ഉണ്ടാകട്ടെ. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അനേകർ പുറത്തു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അതിനായി സഹായിക്കും. നമുക്ക് നാളെ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.